ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പം ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. നോ ഫാസ്റ്റിംഗ് നോ ഫീസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഓണസദ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓണസദ്യ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിക്കണം ഐഡിയലി. ഇപ്പോൾ യൂഷ്വലി നമ്മൾ കണ്ടേക്കണ ഓണസദ്യ കഴിച്ചു കഴിയുമ്പോൾ പ്രമേഹ രോഗികളുടെ ഷുഗർ ഒരു 300-400 ഒക്കെ എബോവ് കൂടാറുണ്ട്. പക്ഷെ അതെങ്ങനെ കൂടാതെ നമ്മൾ ഐഡിയലായിട്ട് നല്ല രീതിയിൽ നമുക്ക് സന്തോഷമായി ഓണസദ്യ കഴിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ വെജിറ്റബിൾസ് നമുക്കതിൽ കാണാം. ഇപ്പോൾ ഓണസദ്യയിൽ അവിയൽ, കൂട്ടുകറി, അതുപോലെ തോരൻ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യണം, യൂഷ്വലി ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ സദ്യയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചോറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതെല്ലാം കറികളെല്ലാം ആദ്യം വിളമ്പിണ്ടാവും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കഴിക്കേണ്ടത് ആദ്യം തന്നെ കറികൾ കഴിച്ചു തുടങ്ങാം. അതിൽ തന്നെ അവിയൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യാബേജ് തോരനുണ്ടെങ്കിൽ അത് കഴിക്കാം, കൂട്ടുകറി കഴിക്കാം. അപ്പോൾ അങ്ങനത്തെ കറികൾ റിച്ച് ഇൻ ഫൈബറാണ്. ഫൈബർ കൂടുതലുള്ള കറികൾ നമ്മൾ ആദ്യം തന്നെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈനാപ്പിൾ പച്ചടി, പുളിയിഞ്ചി, അങ്ങനെ ശർക്കരയൊക്കെ ചേർന്ന കറികൾ നമ്മൾ അളവ് കുറച്ച് കഴിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കറികൾ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം വെയിറ്റിംഗ്, ആ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ചോറ് വരുമ്പം ചോറിൻ്റെ അളവിലാണ് ഏറ്റവും കാര്യം. നമ്മൾ ചോറ് കുറേ അധികം കഴിക്കരുത്. കാരണം ഇത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ ചോറിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ ഷുഗറിൽ സ്പൈക്ക് കൂടണം. അപ്പോൾ ചോറിൻ്റെ എക്സാക്റ്റ് അളവെന്ന് പറയുന്നത് നമ്മളിതൊരു കട്ടോരിയാണ്. ഇതൊരു 1 കപ്പിൻ്റെ ഒരു കട്ടോരിയാണ്. അപ്പോൾ ഈ കട്ടോരിയിൽ 1.5 കപ്പ് ചോറ്, ആ ചോറാണ് നമ്മളിവിടെ അളന്ന് വെച്ചേക്കണം. ഇത്രയും ചോറാണ് ഐഡിയലി ഒരാൾക്ക്, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ അളവ്. അപ്പോൾ ഈ ചോറിൽ നമ്മൾ സാമ്പാർ ഒഴിച്ച് ഒരു സെർവിങ് കഴിക്കാം, പരിപ്പ് ഒഴിച്ചിട്ട് അടുത്ത സെർവിങ് കഴിക്കാം. പിന്നെ ചെയ്യാവുന്നത് ഈ പച്ചക്കറികളുണ്ടല്ലോ, അതിലിപ്പോൾ അവിയൽ, കൂട്ടുകറി, തോരൻ, ഓലൻ, ഇതെല്ലാം നമുക്ക് സെർവിങ് സൈസ് ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ബാക്കി നമ്മൾ വയറ് നിറയെ ഇതെല്ലാം കൂടെ നമ്മൾ കഴിക്കാം. കുറയ്ക്കേണ്ടതാണ് ഈ പൈനാപ്പിൾ പച്ചടിയും പുളിഞ്ചി അച്ചാറൊക്കെയാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് കഴിക്കേണ്ടത്. പിന്നെ പായസത്തിൻ്റെ കാര്യം, പായസം ഇത്തവണ വ്യത്യസ്തമാക്കണം. നമുക്ക് അടപ്രഥമനോ സേമിയോ മാറ്റി പിടിച്ച് മില്ലറ്റ് പായസം വെച്ച് ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യാം. കാരണം മില്ലറ്റിൽ റിച്ച് ഇൻ ഫൈബറുമാണ്, പ്രോട്ടീനുമാണ്. പിന്നെ അതിൽ ശർക്കരയ്ക്ക് പകരം നമുക്ക് ഷുഗർ ഫ്രീ ആഡ് ചെയ്തിട്ട് പായസം ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ പഴത്തിൻ്റെ കാര്യം എടുത്താൽ, പഴം നമ്മൾ യൂഷ്വലി ചെയ്യണത് സദ്യ കഴിഞ്ഞ് നമ്മൾ പഴം കഴിച്ചാണ് അവസാനിപ്പിക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ അല്ല. കാരണം പഴം ഒരിക്കലും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യരുത്. കാർബോഹൈഡ്രേറ്റ്സ് എപ്പോഴും നമ്മൾ ഫ്രൂട്ടായിട്ട് കമ്പൈൻ ചെയ്യരുത്. ഈ പഴം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, അതായത് ആ ഷുഗർ ഒന്ന് സ്പൈക്ക് ചെയ്ത് കുറച്ച് കുറയും ഒരു 2 hours കഴിയുമ്പോൾ, അപ്പോഴാണ് ഐഡിയൽ ടൈം ടു ഈറ്റ് ദ ഫ്രൂട്ട്. അങ്ങനെ കഴിക്കാം. നമ്മൾ ഏറ്റവും അവസാനം കഴിക്കേണ്ടതാണ് മോര് കുടിച്ച് നമ്മൾ സദ്യ അവസാനിപ്പിക്കുക. കാരണം മോരിൽ കുറേ പ്രോബയോട്ടിക്കും ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സദ്യ അങ്ങനെ നമുക്ക് മോര് കുടിച്ച് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കുക, സദ്യ എൻജോയ് ചെയ്ത് കഴിക്കുക. വർഷത്തിലൊരിക്കൽ വരുന്ന സദ്യയാണ്. പക്ഷേ അത് കുറേ അധികം വെജിറ്റബിൾസ് കൂട്ടി ചോറിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നത് ഐഡിയലി നല്ലതായിരിക്കും. പിന്നെ സദ്യ കഴിഞ്ഞും നമ്മൾ ഉടനെ പോയി കിടക്കാതെ, ഉടനെ പോയി ഇരിക്കാതെ ആക്റ്റീവ് ആവുക, നടക്കുക, അല്ലെങ്കിൽ ഓണക്കളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് കളികളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക 2 hours കഴിയുമ്പോൾ. അപ്പോൾ ഭയങ്കര ഹൈ ഷുഗർ ആണെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ഇൻസുലിൻ ഡോസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓണം എൻജോയ് ചെയ്ത് മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാം.